മാന്യശ്രോതാക്കൾ, കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. മാറ്റമില്ലാത്ത ദൈവവചനം ഈ ആയുസ്സിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം തരുന്ന വിലയേറിയ അവസരമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത UK അനുഗ്രഹീതയായ ഒരു സഹോദരിയാണ്. അവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയധികം പ്രശ്നസങ്കീർണമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശേഷിച്ച് സമൂഹത്തിലെ ഏറ്റവും ബലവത്തായി നിൽക്കേണ്ട കുടുംബ ജീവിതങ്ങളെ സാത്താൻ കശക്കി എറിയുകയാണ്. പിശാച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അനേക കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുകയാണ്. അനേക വീടുകളിൽ നിലവിളി വരികയാണ്. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട് വരുന്ന കോളുകളിൽ ഒരു നല്ല പങ്ക് കുടുംബ പ്രശ്ന നിമിത്തമുള്ളതാണ്. വിവാഹം കഴിച്ച് ഒറ്റയാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് കല്യാണം ഒഴിയുന്നവരുണ്ട്. 20 വർഷം 15 വർഷം ഒന്നിച്ച് താമസിച്ചിട്ട് ഭർത്താവിന് എതിരെ കേസ് കൊടുത്ത ഭാര്യമാരുണ്ട്. ഭാര്യ ഉപേക്ഷിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. മക്കളെ കൺമുമ്പിൽ വെച്ച് തമ്മിലടിച്ചു പിരിയുന്ന മാതാപിതാക്കളുണ്ട്. അനേക കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കുടുംബജീവിതത്തിന് സമാധാനത്തിനായി പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ട് അനേകർ വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളെ എപ്പിസോഡ്സ് സമാധാനകരമായ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ കുടുംബജീവിതം നിങ്ങൾക്ക് എങ്ങനെ നയിപ്പാൻ കഴിയും? വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭക്തന്മാരുടെ അനുഗ്രഹീതമായ കുടുംബജീവിതം പോലെ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിയും? ഇതിനെക്കുറിച്ചാണ് വരുന്ന എപ്പിസോഡ്സുകളിൽ പഠിക്കുവാൻ, ചിന്തിക്കുവാൻ, ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തുടർച്ചയായി ഇത് കേൾക്കണം. ഇത് തുടർമാനമായൊരു പഠനമാണ്. നിശ്ചയമായും ദൈവം നിങ്ങളുടെ വീടുകളെ കെട്ടുപണിയെയും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. 127 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ വ്യാകുരിക്കുന്നു. വീട് പണിയാൻ എഞ്ചിനീയർക്ക് കഴിയും, എന്നാൽ ഭവനം പണിയാൻ ദൈവത്തിനെ കഴിയൂ. വീടും ഭവനവും ഒന്നാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വീട് ഹൗസാണ്, ഭവനം ഹോമാണ്. ഒരു എൻജിനീയർ വിചാരിച്ചാൽ അയാളുടെ കൂടെയുള്ള ജോലിക്കാരെ കൊണ്ട് വേഗത്തിലൊരു കെട്ടിടം പണിത് നിങ്ങൾ തരാൻ കഴിയും. അല്ലെങ്കിൽ നല്ല വിദഗ്ധനായൊരു മേശരിയും കുറച്ച് ഹെൽപ്പേഴ്സും ഉണ്ടെങ്കിൽ, കുറച്ച് ഭൗതിക വസ്തുക്കൾ, കുറേ കല്ലും കട്ടയും സിമെൻറ്റും ചരലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ വീട് പണിയാം. പക്ഷെ ഭവനം പണിയാൻ എഞ്ചിനീയറെ കൊണ്ട് കഴിയില്ല. അതിന് യഹോവയാം ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. ദൈവത്തെ കൂടാതെ പണിയുന്ന വീടുകൾ നിലനിൽക്കില്ല. അത് എത്ര വലുതാണെങ്കിലും ബാബേൽ ഗോപുരം പോലെ ഇടിഞ്ഞ് താഴെ വീഴും. എന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആർഭാടകരമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ പൊട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് വലിയ പരസ്യം ചെയ്ത് പ്രശസ്തരായ സിനിമ നടിമാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യപ്പെട്ട ചില തുണിക്കടകൾ, ടെക്സ്റ്റൈൽ ഷോപ്പ്, 15,000, 20,000, 50,000 അടി വിസ്തീർണമുള്ള 1,00,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമൊക്കെയുള്ള വലിയ ടെക്സ്റ്റൈൽ ഷോറൂമുകൾ പൊട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് വലിയ ആർഭാടകരമായി നടത്തപ്പെടുന്ന പല വിഭാഗങ്ങളും പൊട്ടിക്കഴിഞ്ഞു. പൊട്ടലിൻ്റെ മട്ടത്തിലാണ് പലരും. ചിലരൊക്കെ നീറിപ്പുകഞ്ഞ് ഇങ്ങനെ കഴിയുകയാണ്. എന്താണ് കാരണം? പണി ദൈവത്തെ ഏൽപ്പിക്കുന്നില്ലെന്നുള്ളതാണ്. അവരവർ പണിയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, വീടും ഭവനവും രണ്ടാണ്. ഭവനം എന്ന മലയാളം വാക്കിന് 3 ഭവനം. ഭവനത്തിൻ്റെ ഭ മാറ്റിയാൽ പിന്നെ അത് വനമാണ്. നിങ്ങൾ എഴുതി നോക്കണം. ഭവനത്തിൻ്റെ ഒരു വാക്ക്, ഭ എന്ന ആദ്യത്തെ വാക്ക് മാറ്റിയാൽ പിന്നെ വനമാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് പല ഭവനങ്ങളും വനമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭവനത്തിൻ്റെ പ്രത്യേകത, ഭവനത്തിൽ ഒന്നൊന്നിനെ ആശ്വസിപ്പിക്കുന്നു, ഒന്നൊന്നിനെ ധൈര്യപ്പെടുത്തുന്നു, ഒന്നൊന്നിനെ സ്നേഹിക്കുന്നു, ഒന്നൊന്നിനെ കരുതുന്നു, ഒന്നൊന്നിനെ പരിപാലിക്കുന്നു, ഒന്നൊന്നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നു, ഒന്നൊന്നിനെ ധൈര്യവും ശക്തിയും പകരുന്നു. എന്നാൽ വനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നൊന്നിനെ കടിച്ചു കീറുന്നു, ഒന്നൊന്നിനെ വകവരുത്തുന്നു, ഒന്നൊന്നിനോട് പോരടിക്കുന്നു, ഒന്നിനെ ഇരയാക്കുന്നു, ഒന്നൊന്നിനോട് അതിക്രമം ചെയ്യുന്നു.
സത്യത്തിൽ നമ്മുടെ പല ഭവനങ്ങളും ഇന്ന് വനമായി മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? ഭവനത്തിൽ ശാന്തത, സമാധാനം, സ്വസ്ഥത, സ്വൈര്യത, സ്നേഹഗീതമാണ് ഉയരേണ്ടത്. എന്നാൽ വനത്തിലോ? വനത്തിൽ അലർച്ചകളാണ്, ചിന്നംവിളികളാണ്, കടിച്ചുകുടയലാണ്. ഇന്ന് പല ഭവനങ്ങളിലും സത്യത്തിൽ എന്താണ്? അലർച്ചകളല്ലേ, ചിന്നംവിളികളല്ലേ, കടിച്ചുകുടയലല്ലേ കേൾക്കുന്നത്? ഭർത്താവ് ഭാര്യയെ ഒതുക്കുന്നു, ഭാര്യ ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നു, അപ്പൻ മക്കളെ ഒതുക്കുന്നു, തല്ലുന്നു, ചതയ്ക്കുന്നു. നിങ്ങളുടെ ഭവനം ഒരു ഭവനമാണോ വനമാണോ എന്ന് ശോധന ചെയ്യുക സുഹൃത്തുക്കളെ. വേദപുസ്തകം പഠിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാണ് എന്ന ചോദ്യത്തിന് വേദപുസ്തകം നൽകുന്ന മറുപടി അത് മാതൃസ്നേഹമാണ്, അമ്മയുടെ സ്നേഹം. യെശയ്യാപ്രവചനം 49 അധ്യായം 15 വാക്യം, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൻ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ ഒരു പെറ്റതള്ളയുടെ സ്നേഹമാണ് വലിയ സ്നേഹം, ലോകത്തിലേക്കും വലിയ സ്നേഹമെന്ന് ബൈബിൾ പറയുന്നു. ഏറ്റവും വലിയ കരുതൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ കരുതൽ ഒരപ്പൻ്റെ കരുതലാണ് എന്ന് ബൈബിൾ പറയുന്നു. 103 സങ്കീർത്തനം 13 വാക്യം, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. യഹോവയാം ദൈവത്തിന് ഇസ്രായേൽ ജനത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ, അല്ലെ മാനവജാതിയോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ ഉദാഹരണമാക്കിയതിന് അപ്പനും മക്കളോടുള്ള കരുണയാണ്. ലോകത്തിലെ ദൃഢമായ സ്നേഹബന്ധം ഏതാ? അത് സഹോദര ബന്ധമാണെന്ന് ബൈബിൾ പറയുന്നു. സഹോദരൻ എന്ന് പറഞ്ഞ ഒരേ ഉദരത്തിൽ പിറന്നവൻ. 133 സങ്കീർത്തനം 1 വാക്യം, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ ദൃഢമായ സ്നേഹം അതാ. ലോകത്തിലെ ഏറ്റവും ദൃഢമായ ബന്ധമേതാ? അത് ഭാര്യ ഭർത്തൃബന്ധമാണ്. മരണത്താലല്ലാതെ വേർപിരിയാത്ത ബന്ധം. ബൈബിൾ പറഞ്ഞു, ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എഫെസ്യർ 5:25, ക്രിസ്തു സഭയ്ക്ക് തലയാകുന്നു പോലെ ഭാര്യ ഭർത്താവിന് തലയാകുന്നു. യേശു ക്രിസ്തുവും തൻ്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുവാൻ ഭാര്യ ഭർത്തൃബന്ധത്തെയാണ് കൊണ്ടുവന്നത്. ദൃഢമായ ബന്ധം ആണ് ഭാര്യ ഭർത്തൃബന്ധം. ലോകത്തിലെ ഏറ്റവും കെട്ടുറപ്പുള്ള സ്ഥാപനം, മഹത്തായ സ്ഥാപനം, അത് കുടുംബമാണ്. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ ചിന്തിച്ചതൊക്കെ ഇപ്പോൾ കാലഘട്ടത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ നടക്കുന്നത്? ഇന്ന് ഏറ്റവും വേഗത്തിൽ തകരുന്ന സ്ഥാപനമായി കുടുംബം തീരുന്നു. കെട്ടുറപ്പില്ലാത്ത സ്ഥാപനമായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ ഫോൺ കോളുകളാണ് ഞങ്ങൾക്ക് വരുന്നത്. വിവാഹിതരായ വലിയ പ്രതീക്ഷയോടെ കതിർമണ്ഡപത്തിൽ കയറിയ, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ പള്ളിമേടയിലോ ആൾത്താരയ്ക്ക് മുമ്പിലോ വിവാഹം കഴിച്ചവർ അതേ വേഗത്തിൽ തന്നെ വിവാഹമോചനത്തിനായി വക്കീൽ ഓഫീസിൽ ഓടി നടക്കുന്നു. പണ്ടത്തേനേക്കാൾ വേഗത്തിൽ കുടുംബങ്ങൾ തകരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ എന്താണ് നമ്മൾ കാണുന്നത്? പെറ്റതള്ളമാർ തൻ്റെ കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുന്നു. എവിടെ നിന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രത്തിൽ വഴിയരികിൽ, മറ്റു വീടുകളുടെ വിസിറ്റ് ഔട്ടുകളിൽ, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ, ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളിൽ
റെയിൽവേയുടെ ടോയ്ലറ്റുകളിൽ, പബ്ലിക് ലാബറട്ടറികളിൽ ഒക്കെ ഇട്ടിട്ട് പോകുന്നു. അമ്മ തൊട്ടുകൾ ഉപേക്ഷിക്കുന്നു. പെറ്റതള്ളയുടെ സ്നേഹമില്ലാതെയാകുന്നൊരു കാലമാണിത്. ഈ പ്രഭാഷണം കേൾക്കുന്ന പെറ്റതള്ളമാരെ, നിങ്ങൾക്ക് ലോക കോടതികളിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷെ നിങ്ങളുടെ മനസാക്ഷിയുടെ കോടതി രക്ഷപ്പെടാൻ കഴിയില്ല. ദൈവകോടതിയിൽ ഒരിക്കൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. ഒന്ന് ഓർത്തോണം. അബദ്ധസഞ്ചാരം നടത്തി പാവപ്രവർത്തികളും പാവവേക്ഷകളും ചെയ്തിട്ട് പാപത്തെ മറയ്ക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിടിപ്പെടുന്നൊരു ദിവസമുണ്ട്, പിടികൂടപ്പെടുന്ന ദിവസമുണ്ട്. ന്യായവിധിയെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നോട് അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയാം. അപ്പോൾ ഏറ്റവും വലിയ സ്നേഹം പെറ്റതള്ളയുടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് പെറ്റതള്ളമാർ വഴിയിൽ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നു. സ്വന്തം പെറ്റതള്ളമാർ മക്കളെ വിൽക്കുന്നില്ലേ നിസ്സാര വിലയ്ക്ക്? സ്വന്തം കുഞ്ഞുങ്ങളെ പരപുരുഷന് കാഴ്ചവെക്കുന്ന അമ്മമാർ നമ്മുടെ കാലഘട്ടത്തിലില്ലേ? ഏറ്റവും വലിയ കരുതൽ അപ്പൻ്റേതാണെന്ന് ബൈബിൾ പറഞ്ഞു. പക്ഷെ അപ്പന്മാരിന്ന് മക്കളോട് എന്താ ചെയ്യുന്നത്? സ്വന്തം പെൺകുഞ്ഞുങ്ങളോട്, സ്വന്തം രക്തത്തിൽ പിറന്ന ആൺകുഞ്ഞുങ്ങളോടെന്നാ ചെയ്യുന്നത്. കേരളത്തിലൂടത്ത് നടന്ന സംഭവം, രാവിലെ 4 മണിക്കൊരു കൊച്ചൻ എഴുന്നേറ്റ് ബസ് കഴുകാൻ പോവും. അവൻ ആ കഴുകി കിട്ടുന്ന തുക അപ്പന് കൊടുക്കണം മദ്യപിക്കാൻ, കുറഞ്ഞാൽ അടിക്കും. ഒരിക്കൽ ബസ് കഴുകി കിട്ടിയ 500 രൂപയിൽ 300 രൂപ അപ്പന് കൊടുത്തു, 200 രൂപ അവൻ്റെ പെങ്ങൾക്കും അമ്മയ്ക്കും ഭക്ഷണത്തിന് കൊടുത്തു, അരി വാങ്ങാൻ കൊടുത്തു. അപ്പൻ വന്ന് ചോദിച്ച് ഇത്രേ കിട്ടിയോളൂ എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ മദ്യത്തിൽ ലഹരിയിൽ ഈ കുഞ്ഞിനെ 14-കാരനെ ഭിത്തിക്കിടിച്ചു. തല അവൻ്റെ തലയോടി പൊട്ടി തലച്ചോറ് പുറത്തു വന്നു. ആ കുഞ്ഞി ലോകത്തോട് യാത്ര പറഞ്ഞു. എന്തൊരു ഭീകരതയാ! ഞാൻ നമ്മെ ഓർപ്പിച്ചോളൂ, ദൃഢമായ സ്നേഹം സഹോദര സ്നേഹം എന്ന് പറയുന്നു. പക്ഷെ എത്ര സഹോദരങ്ങൾ തമ്മിൽ സ്വത്തുതർക്കം, കേസ് കൊടുത്തിരിക്കുന്നു. നാളുകളായി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചേട്ടാനിയന്മാരില്ലേ? സ്വന്തം സഹോദരൻ തൊട്ടടുത്ത് താമസിച്ചിട്ട് ആ സഹോദരന്റെ വീട്ടിൽ കാലുകുത്താത്ത ചേട്ടാനിയന്മാരില്ലേ? സ്വന്തം സഹോദരന്റെ വീട് ഡെഡിക്കേഷൻ ചെല്ലാത്തവരില്ലേ? സ്വന്തം സഹോദരന്റെ മകന്റെ മകളുടെ കല്യാണം വിളിക്കാത്തവരില്ലേ? വിളിച്ചാൽ പോകാത്തവരില്ലേ? എന്തൊരു കാലമാണിത്! ഈ പ്രഭാഷണം കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ളവരുടെ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഏത് കൂട്ടരെന്നൊന്നും പ്രശ്നമല്ല. അല്പകാലമേ ഉള്ളൂ സുഹൃത്തെ. സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സഹവർത്തിത്തോടെ, ക്ഷമയോട് കഴിയും. നിങ്ങളുടെ മക്കളുടെ ഉള്ളിൽ നിങ്ങൾ പകയും വിദ്വേഷവും കുത്തിവെക്കാതെ സ്നേഹം പകർന്നു നൽകുക. ഏറ്റവും ദൃഢമായ സ്നേഹം സഹോദര സ്നേഹമാണ്. പക്ഷെ അതിന് ശിഥിലീകരണം വരുന്നു. ഏറ്റവും ദൃഢമായ ബന്ധം ഭാര്യ-ഭർത്തൃ ബന്ധമാണെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്തുവും സഭയും തമ്മിൽ ഒന്നിക്കുവാൻ ഭാര്യ-ഭർത്തൃ ബന്ധത്തെയാണ് ബൈബിൾ കൂട്ടുപിടിച്ചത്. പക്ഷെ ഇന്ന് പല കുടുംബങ്ങളും ഭാര്യ-ഭർത്തൃ ബന്ധം തകർന്നു കുറിക്കുന്നു. കീരിയും പാമ്പും പോലെയാണ് പല ഭാര്യ ഭർത്താക്കന്മാരും. പട്ടിയും പൂച്ചയും ഒന്നിച്ചു കഴിയുന്ന പോലെയാണ്. പാകിസ്ഥാനും ഇന്ത്യയും പോലെയാണെന്ന് പറയാം. പൊട്ടലും ചീറ്റലുമാണ്. എന്താണ് കാരണം? മുമ്പേ ഭവനത്തെ ഞാൻ നിർവചിച്ചതുപോലെ കുടുംബം എന്ന വാക്കിന് കൂടുമ്പോൾ ഇമ്പമുള്ളിടം എന്നൊരർത്ഥമുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളിടമാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമില്ലാത്തിടം കുടുംബമല്ല, അത് നരകമാണ്. ഈ പ്രഭാഷണം പല സ്ഥലങ്ങളിൽ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട് കുടുംബമാണോ നരകമാണോ? കൂടുമ്പോൾ ഇമ്പമുള്ളിടമാണോ? ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് കാണാൻ കൊതിക്കുന്നിടമാണോ നിങ്ങളുടെ വീട്? അതോ തമ്മിൽ കണ്ടാൽ അടിപിടി കൂടുന്ന സ്ഥലമാണോ? ചില ഭാര്യമാർ പറയാറുണ്ട്, ഈ നരകത്തിൽ നിന്ന് എനിക്ക് പോകണം, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന്. വീട്ടുപേര് പാരഡൈസ് എന്നായിരിക്കാം, ഏദൻ ഗാർഡൻ എന്നായിരിക്കാം, ഹെവൻലി ഹോം എന്നായിരിക്കാം. പക്ഷെ അകത്ത് താമസിക്കുന്നവർ ഈറ്റപ്പുലികളെ പോലെയാണെങ്കിൽ, കിരീമ്പാവും പോലെയാണെങ്കിൽ അവിടെ എങ്ങനെ സ്വസ്ഥത കിട്ടും?
ആ വീട് കുടുംബം എന്ന് പറയാൻ കഴിയില്ല. പ്രിയ സ്നേഹിതരെ, എന്താണ് യാഥാർത്ഥ്യം? ഇന്നത്തെ പല വീടുകളും നരകാവസ്ഥയിലായിരിക്കുന്നു. അവിടുത്തെ ഭാര്യയോ ഭർത്താവോ മക്കളോ മരുമക്കളോ അവിടെയൊക്കെ മടങ്ങിച്ചെല്ലുവാൻ ആഗ്രഹിക്കാത്തിടമായി മാറുന്നു. മറ്റെങ്ങും പോകാൻ ഇടമില്ലാത്തത് കൊണ്ട് ഒരു തടവറയിലെന്ന പോലെ സ്വന്തം വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്. ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള ഇടമായി മാറണം. മറ്റെങ്ങും പോകാനും ഇടമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ചേക്കേറുന്ന ഇടമായി നിങ്ങളുടെ കുടുംബം തീരരുത്. നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, മരുമകൾ വീട്ടിൽ നിന്ന് പോയാൽ ഏറ്റവും വേഗത്തിൽ മടങ്ങിയെത്താൻ കൊതിക്കുന്ന ഇടമായി നിങ്ങളുടെ ഭവനം തീരണം. അതാണ് യഥാർത്ഥ കുടുംബം. അങ്ങനെയുള്ള കുടുംബമാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. സ്വർഗം ഭൂമിയിൽ ആയിരിക്കുന്ന പോലെയുള്ള ദിവസങ്ങൾ. പ്രിയ സ്നേഹിതരെ, സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെയുള്ള കുടുംബങ്ങളുമുണ്ട്, നരകം ഭൂമിയിലായിരിക്കുന്നത് പോലെയുള്ള കുടുംബങ്ങളുമുണ്ട്. നരകം കാണാൻ നരകത്തിൽ പോണ്ട, നമ്മുടെ കേരളത്തിലെ ചില ഇടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മതി, വീടുകളിലൂടെ സഞ്ചരിച്ചാൽ മതി. നിങ്ങളുടെ വീട് ഏത് തരത്തിലാണ്? സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെയുള്ള വീടാണോ, നരകം ഭൂമിയിലായിരിക്കുന്ന പോലെയുള്ള വീടാണോ? സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെ നിങ്ങളുടെ ഭവനമാകണമെങ്കിൽ വചനത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകണം. ഈ പ്രഭാഷണം കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സമ്പാദിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, അവരെ ആരാധിക്കാൻ പഠിപ്പിക്കുക, ദൈവവചനം അവർക്ക് പറഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ ശിക്ഷണത്തിൽ അവരെ വളർത്ത്. നിങ്ങൾ മാതൃക കാണിക്കുക. നിങ്ങൾക്ക് പ്രഭാത പ്രാർത്ഥനയുണ്ടോ? നിങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തോട് നന്ദിയുണ്ടോ? നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന വ്യക്തിയാണോ? നിങ്ങളതിന് പ്രാധാന്യം നൽകുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രാധാന്യമായത് ദൈവിക വിഷയങ്ങളാണോ? നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് മദ്യം, മയക്കുമരുന്ന്, പുകവലി, സിനിമ, ഇതൊക്കെയാണോ? 24 മണിക്കൂറും ടി വി തുറന്നിട്ട് കാണേണ്ടതും കാണാത്തതെല്ലാം മക്കളിൽപ്പെടെ കാണിക്കുന്ന വീടുകളുണ്ട്. ഒളിച്ചോട്ടങ്ങൾ, അവിശ്വസ്തതകൾ, ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന അവിശ്വസ്തത, അപ്പൻ മക്കളോട് കാണിക്കുന്ന അവിശ്വസ്തത, മക്കൾ അപ്പനോട് കാണിക്കുന്ന അവിശ്വസ്തത, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ടി വിയിലൂടെ വരുന്നത്? ഇതല്ലേ നിങ്ങളുടെ മക്കളെ കാണിച്ചു കൊടുക്കുന്നത്? എങ്ങനെ ഒളിച്ചോട്ടം നടത്താമെന്ന്, എങ്ങനെ കള്ളത്തരം കാണിക്കാമെന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്റ്റഡി ക്ലാസ് നടത്തുകയല്ലേ? എത്ര ശതമാനം വീടുകളിൽ സ്തോത്രധ്വനി ഉയരുന്നുണ്ട്, ഹല്ലേലൂയ ശബ്ദം ഉയരുന്നുണ്ട്, പ്രാർത്ഥന ഉയരുന്നുണ്ട്? എത്ര സമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയിരിക്കാൻ കഴിയുന്നുണ്ട്? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നു? ഒന്നിച്ച് ടി വി കാണുന്നുണ്ട്, സിനിമ കാണുന്നില്ലേ, സീരിയൽ കാണുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ടോ? പിന്നെ തകർച്ചയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിച്ചു, വലിയ ആഘോഷമായി കല്യാണമൊക്കെ നടന്നു, ഒത്തിരി പേര് വന്ന് ശാപ്പാടുമൊക്കെ അഴിച്ചിട്ട് പോയി. പിന്നെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മർദ്ദനമാ. വന്ന പെൺകൊച്ചിന് വീട്ടിൽ സൗര്യത കൊടുക്കില്ല, തിരിച്ചുകൊണ്ട് ചില പെണ്ണുങ്ങൾ വന്ന് കയറിയാലുടനെ സഹോദരങ്ങളെ ചിഹ്നിപ്പിക്കും, വീട്ടിൽ സ്വസ്ഥത കൊടുക്കില്ല, സൗര്യത കൊടുക്കില്ല. ഈ പ്രഭാഷണം കേൾക്കുന്നവർ ഓർത്തു പോകണം, ഇന്നലത്തെ മരുമകളാണ് ഇന്നത്തെ അമ്മായിയമ്മ. ഇന്നത്തെ മരുമകൾ നാളത്തെ അമ്മായിയമ്മയാണ്. അതുകൊണ്ട് ആരെയും ദ്രോഹിക്കരുത്, സ്നേഹം നൽകുക. ഞാൻ പല വിവാഹവേദിയിലും പറയുന്നൊരു പദമുണ്ട്. നമ്മൾ എന്താണ് വായിച്ചത്? 127 സങ്കീർത്തനത്തിൽ, യഹോവ വീട് പണിയാതിരുന്നാൽ പണി അധ്വാനിക്കുന്നു. വീട് പണി സ്വർഗത്തിലെ ദൈവത്തെ ഏൽപ്പിക്കണം. ദൈവത്തിന് നിങ്ങൾ ഒന്നാം സ്ഥാനം നൽകണം. വിശുദ്ധ വേദപുസ്തക ഉപദേശം നിങ്ങൾ പഠിക്കണം, വായിക്കണം, ധ്യാനിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കളെ ദൈവശിക്ഷണത്തിൽ, അച്ചടക്കത്തിൽ, ദൈവകൃപയിൽ വളർത്തണം. ഈ കാലത്ത് അത് പാടുള്ള കാര്യമാണ്. ഞാൻ വിവാഹവേദിയിൽ പറയുന്നൊരു പദം ഞാൻ ആവർത്തിക്കാം. Where there is God, there is faith. Where there is faith, there is love. Where there is love, there is peace. Where there is peace, there is no need. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എവിടെ ദൈവമുണ്ടോ, എവിടെ ദൈവസാന്നിധ്യമുണ്ടോ, അവിടെ പരസ്പര വിശ്വാസമുണ്ട്.
എവിടെ വിശ്വാസമുണ്ടോ അവിടെ പരസ്പര സ്നേഹമുണ്ട്. എവിടെ സ്നേഹമുണ്ടോ അവിടെ സമാധാനമുണ്ട്. എവിടെ സമാധാനമുണ്ടോ there is no need. അവിടുത്തെ ചെറിയ കടഭാരമോ ചെറിയ പ്രതിസന്ധിയോ പ്രശ്നമോ അവിടെ സാരമല്ല വീട്ടിന്. എന്താണ് പറഞ്ഞത്? ഇന്ന് പല ഭവനങ്ങളിലും പരസ്പര വിശ്വാസമില്ല, സ്നേഹമില്ല. 2 നില കെട്ടിടം കാണും, AC റൂം കാണും, മാരുതി കാറും, വില കൂടിയ കാറും കാണും, മിഷ്ടാന ഭോജനം കാണും. പക്ഷേ ഇല്ലാത്തത് സമാധാനമാണ്, സ്വസ്ഥതയാണ്. പല വീട്ടിലും സ്നേഹമില്ല. പലരും പറയാറുണ്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ട്, പക്ഷെ സ്നേഹിക്കാൻ ആളില്ല. സ്നേഹിക്കുന്ന ഭർത്താവ്, സ്നേഹിക്കുന്ന ഭാര്യ, സ്നേഹിക്കുന്ന മക്കൾ, ഇവരെയാണ് ആവശ്യം. വേദപുസ്തകത്തിലെ ഒരു വാക്യം കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾക്കറിയാവുന്നതാണ്. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 1-ാം വാക്യം. സദൃശവാക്യങ്ങൾ 17:1. കലകത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തെക്കാളും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയപ്പം ഏറ്റവും നല്ലത്. മറ്റൊരു വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം. സദൃശവാക്യം തന്നെ 15-ാം അധ്യായം 17-ാം വാക്യം. സദൃശവാക്യങ്ങൾ 15-ന്റെ 16-ഉം 17-ഉം. സദൃശവാക്യം 15-ന്റെ 16, 17. ബഹു നിക്ഷേപവും അതിനോടുകൂടി കഷ്ടതയുമുള്ളതിനേക്കാൾ യഹോവാഭക്തിയോടുകൂടി അല്പധനം ഏറ്റവും നല്ലത്. ദോഷമുള്ളിടത്ത് തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്ത് ശാകഭോജനം നല്ലത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പ്രഭാഷണം കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെന്നും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇല്ലെങ്കിലും, നിങ്ങളുടെ വീട്ടിലെന്നും ന്യൂഡിൽസ് ഇല്ലെങ്കിലും, നിങ്ങളുടെ വീട്ടിലെന്നും മട്ടൺ ബിരിയാണി ഇല്ലെങ്കിലും, ഉണക്കക്കപ്പയുള്ളെങ്കിലും, പൊടിയരിക്കഞ്ഞിയുള്ളെങ്കിലും, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നിച്ചിരുന്ന് സ്തോത്രം പറഞ്ഞ് കഴിച്ച് ഉറങ്ങാൻ കഴിയുന്നെങ്കിൽ അതാണ് ശ്രേഷ്ഠത. ഞാൻ സാധാരണ അനേക കൺവെൻഷൻ വേദിയിൽ പറയാറുണ്ട്, ദൈവസാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ ദൈവസാന്നിധ്യമുള്ള ചെറ്റക്കുടിലാണ് ശ്രേഷ്ഠത. അതുകൊണ്ട് വലിയ കെട്ടിടങ്ങളൊന്നും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര വലിയ കെട്ടിടമുണ്ടെങ്കിലും ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകണം, ദൈവം അവിടെ ഉണ്ടാകണം. ദൈവം വസിക്കാൻ അയോഗ്യമായത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവസാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ ദൈവസാന്നിധ്യമുള്ള ചെറ്റക്കുടിലാണ് ശ്രേഷ്ഠത. ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് വലിയ കെട്ടിടമില്ലെങ്കിലും, നിങ്ങൾക്ക് ഏക്കർ കണക്കിന് സ്ഥലമില്ലെങ്കിലും, വലിയ ബാങ്ക് നിക്ഷേപമില്ലെങ്കിലും, നിങ്ങളുടെ കൊച്ചു വീട്ടിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. ഇറങ്ങി നിൽക്കുന്നുവോ എങ്കിൽ ഭാഗ്യവാനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. ഒരിക്കൽ ഞാൻ ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ച് രാത്രി 12:30 മണിക്ക് മടങ്ങി വരുമ്പോൾ ഒരു വലിയ സമ്പന്ന വീടിൻ്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം കണ്ട് എൻ്റെ വാഹനം നിർത്തി. നോക്കിയപ്പോൾ ആ വീട്ടിലെ ഏക മകനെ SI ഉൾപ്പെടെയുള്ള പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. സ്വന്തം അപ്പൻ ഫോൺ ചെയ്ത് SI ഉൾപ്പെടെ ആളുകളെ വിളിച്ചു വരുത്തി. മദ്യത്തിൻ്റെ ലഹരിയിൽ വീടിൻ്റെ 2 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് സോഫ കമ്പടുകൾ, VCRകൾ, വീഡിയോ ടേപ്പുകൾ, TV ഉൾപ്പെടെ അവനൊരു മതയാനെ പോലെ റോഡിലേക്ക് വലിച്ചെറിയുകയാണ്. ഒരു കത്തിയുമായി സ്വന്തം പെങ്ങളെ അവൻ കുത്താൻ ഓടിച്ചു. അവസാനം ഫോണുള്ള മുറിയിൽ അപ്പനും അമ്മയും മകളൂടെ കടന്നിട്ട് സ്വന്തം അപ്പൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് SI ഉൾപ്പെടെയുള്ള പോലീസുകാരെ വിളിച്ച് സ്വന്തം മകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച അപ്പനും അമ്മയും പെങ്ങളും ബാൽക്കണിയിൽ നിന്ന് കണ്ടു. റോഡിൽ ഒരു വലിയ കൂട്ടം ആളുകൾ കണ്ടു. എന്താണ്? ആ വീട് 2 നിലയാണ്. ആ വീട്ടിൽ വലിയ പണമുണ്ട്, കാറുണ്ട്, പക്ഷേ ദൈവഭയം അവിടെ ഇല്ലായിരുന്നു. ഞാൻ കൂടെ പറഞ്ഞൊരു പദം പറയട്ടെ, ദൈവസാന്നിധ്യമില്ലാത്ത AC റൂമിനെ വിശ്വസിക്കരുത്. ദൈവഭയമില്ലാത്ത വീട്ടിലെ സീലിംഗ് ഫാനിനെ വിശ്വസിക്കരുത്. എപ്പോഴാ അതിൽ ആൾ കെട്ടിത്തൂങ്ങുന്നറിയില്ല. ദൈവസാന്നിധ്യം ദൈവഭയമില്ലാത്ത വീട്ടിലെ കറിക്കത്തിയെ വിശ്വസിക്കരുത്. കുലക്കത്തിയാവുന്ന എപ്പോഴെന്നറിയില്ല. ദൈവഭയമില്ലാത്ത വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിനെ പോലും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ദൈവഭയമുണ്ടാകട്ടെ, ദൈവസാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ടാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ മക്കളുമായി ഒന്നിച്ച് പ്രാർത്ഥിക്കൂ, ആരാധിക്കൂ, നിങ്ങളുടെ തലമുറയെ ദൈവത്തിൽ സമർപ്പിക്കൂ. അനേക കരയുന്ന മാതാക്കളുടെ ശബ്ദം ഇപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. അനേക വേദനപ്പെടുന്ന പിതാക്കന്മാരുടെ ശബ്ദം ഇപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. സ്വൈര തരാത്ത മക്കളുള്ള വീടുകൾ,
സമാധാനം കൊടുക്കാത്ത ഭർത്താക്കന്മാരുള്ള വീടുകൾ, പിതാക്കന്മാരുള്ള വീടുകൾ, സഹോദരന്മാരുള്ള വീടുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഈ പ്രഭാഷണം കേൾക്കുന്ന ആർക്കെങ്കിലും സ്വസ്ഥമായ, സ്വൈര്യമായ, സമാധാനപരമായ ഒരു കുടുംബജീവിതം ആഗ്രഹമുണ്ടോ? നാസറേയനായ യേശുവിനെ, സമാധാന പുരുഷനെ, സ്വസ്ഥത നൽകുന്നവനെ, സകല സമാധാനത്തിൻ്റെ ഉറവിടമായവനെ നിങ്ങൾ ഭവനത്തിലേക്ക് സ്വീകരിക്കൂ. യേശുവിനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കൂ, ഹൃദയത്തിൽ സ്വീകരിക്കൂ. യേശുവിനായി നിങ്ങളുടെ ഹൃദയം കൊടുക്കൂ. യേശുവെ, എനിക്കൊരു സമാധാനം തരണേ, എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥത തരണേ, എൻ്റെ കുഞ്ഞുങ്ങൾ ആത്മീയരാകണമെന്ന് പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങൾക്ക് സമാധാനം തരും. സ്വർഗം ഭൂമിയിലായിരിക്കുന്ന കുടുംബം പോലെ നിങ്ങളുടെ കുടുംബമാകുവാൻ ദൈവം ഇടവരുത്തട്ടെ. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്ന വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ യാഗരിക്കുന്നു. ദൈവത്തെ നിങ്ങളുടെ വീട് പണി ഏൽപ്പിക്കൂ. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പണിയട്ടെ. അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം ലഭിപ്പാൻ, നിങ്ങൾക്കൊരു സ്വസ്ഥതയുള്ള കുടുംബം ലഭിപ്പാൻ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളോടൊപ്പം പ്രാർത്ഥിക്കുക. ഈ പ്രഭാഷണം അവരെയും കൂടെ നിങ്ങൾ കേൾപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭവനത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ സമാധാനം, സ്വസ്ഥത നൽകണം. വിശുദ്ധ ബൈബിൾ പറഞ്ഞതുപോലെ കരുണ തോന്നുന്ന അപ്പന്മാരാക്കി ഈ പ്രഭാഷണം കേൾക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെ മാറ്റണം. മക്കളോട് സ്നേഹമുള്ള മാതാക്കളാക്കി ഞങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്ന മക്കളെ മാറ്റണം. അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നവരാക്കി ഞങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്ന ചെറുപ്പക്കാരെ മാറ്റണം. സഹോദരങ്ങൾ തമ്മിൽ വൈരാഗ്യവും വൈര്യതയും ശത്രുതയുമാണെങ്കിൽ ആ ശത്രുത കളഞ്ഞ് ഒന്നിപ്പിക്കുവാൻ ഈ പ്രഭാഷണ നിമിത്തം ഇടയാക്കണം കർത്താവേ. കർത്താവേ, ചിതറുന്ന, തകരുന്ന, ഛിന്ന ഭിന്നമാകുന്ന കുടുംബങ്ങൾ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, എവിടെങ്കിലും ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ കേസുകൾ പിൻവലിപ്പിക്കപ്പെട്ട് കർത്താവെ സമാധാനപരമായ ഒരു കുടുംബം നയിപ്പാൻ അവരെ ഒരുക്കണമേ. ഇപ്പോൾ തന്നെ ദൈവശക്തി അവിടെ വ്യാപരിക്കട്ടെ. പിശാചിന്റെ തന്ത്രങ്ങൾ തകർക്കപ്പെടട്ടെ. യേശു മൂലം ചില ഭവനങ്ങൾ വിടുതൽ അനുഭവിക്കട്ടെ. കർത്താവെ, നിന്റെ കരവരെ തൊടുന്നോർത്ത സ്തോത്രം. പ്രാർത്ഥനകരനായി സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ വചനം കേൾക്കാൻ, ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കാളികളാകാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് ആ പ്രയർ ലൈനുകൾ വിളിച്ചു തുടങ്ങാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിട്ട് ഒരു ടീം നിങ്ങൾക്കായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ ദയവായി കാണുന്ന അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഈ മെസ്സേജുകളുടെ എല്ലാം CD-കൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.